ഇത് നമ്മൾ ഓപ്പണായിട്ട് പറയണം. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു വിഷയം വന്നാൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ നിന്ന് കിട്ടുന്ന അടിയായിരിക്കാം ചിലപ്പോൾ ഇതുണ്ടാവുന്നത്. ഇവർ ചിലപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഏതൊരു കാലത്ത് ഇവർ സെപ്പറേറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും ട്രീറ്റ്മെന്റിന് പോകാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ആ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? കേൾവിക്കുറവ് ഞാൻ പറഞ്ഞില്ല, ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ വരാം. അത് എപ്പോൾ വന്നാലും ഏറ്റവും വേഗം തന്നെ അതിനുള്ള ചികിത്സ തേടുക എന്നുള്ളത് തന്നെയാണ്. വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ ഒരു ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഇൻഫെക്ഷൻ വന്നു, അതായത് പണ്ട് ഇപ്പോഴത്തെ ഒരു 60-70s ഏജിൽ വരുന്നവർ നമ്മൾ ഹിസ്റ്ററി എടുക്കാൻ പറയാം, അവർ പണ്ട് ഒരുപാട് കുളത്തിൽ ചാടി കുളിക്കുമായിരുന്നു. അപ്പം ചെവിയിൽ പറഞ്ഞ വെള്ളം കയറാം, മേ ബി എന്തുകൊണ്ടാണെങ്കിലും അവർക്ക് അന്ന് അത് കുഞ്ഞിൽ അവർക്ക് ചെറിയ ഇൻഫെക്ഷൻസ് വരുമായിരുന്നു. വലിയ കുഴപ്പമില്ല, അങ്ങ് പോയി. ഇപ്പോൾ ഒരു 60-70 ആ ഒരു ഏജിലായി. പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ് കാണിക്കും. ആ ഇൻഫെക്ഷൻ നിന്നിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും അതിൻ്റെ അത് കാണിക്കും. ഒരു മിക്സഡ് ഹിയറിംഗ് ലോസ് ആയിരിക്കും നമുക്ക് മിക്കവാറും ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ അന്ന് നല്ലൊരു ചികിത്സ തേടിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കേൾവിക്കുറവിന് ഇത്ര ഒരു എഫക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അല്ല, കേൾവിക്കുറവ് ഉണ്ടാകും, പക്ഷേ ഇത്രയ്ക്ക് ഒരു എന്താ പറയുക ഹൈ ആയിട്ട് വരില്ലായിരുന്നു.